പോയി. ഷിറ്റ്. പട്ടായയിൽ നിന്നും വെറും 20 മിനിറ്റ് കൊണ്ട് സ്പീഡ് ബോട്ട് യാത്ര ചെയ്ത് മാൽദീവ്സ് പോലുള്ളൊരു ദ്വീപിൽ എത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്. Hey guys, welcome back to my YouTube channel. Welcome to Soft Step Solo. Let's explore together. ഈ വ്ലോഗ് വന്നിട്ട് തായ്ലാൻഡിലെ സെക്കൻഡ് ഡേ ട്രിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തായ്ലാൻഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കോറൽ ഐലാൻഡിലേക്കാണ്. ഇവിടെ ബ്ലൂ കളറിലുള്ള ബീച്ചും അതുപോലെ വൈറ്റ് സാൻഡ്, പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസ്, പാരാസെയിലിംഗ്, ജെറ്റിങ്സ് തുടങ്ങിയ നിരവധി ആക്ടിവിറ്റീസും ഈ ഒരു കോറൽ ഐലാൻഡിൽ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണേ. ഈ ഒരു യാത്രയ്ക്ക് ടോട്ടൽ ഈ ഒരു കോറൽ ഐലാൻഡിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് വരും എന്ന് ഞാൻ ഈ ഒരു ഓവറോൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. രാവിലെ പട്ടായയിലുള്ള ബാലി ഹൈ പിയറിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു കോറൽ ഐലാൻഡിലേക്കുള്ളൊരു യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അതായത് ഡിപ്പാർച്ചർ ശരിക്കും ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്പീഡ് ബോട്ടോ അല്ലെങ്കിൽ ഫെറി ബോട്ടിങ്ങൊക്കെ, ഫെറി റൈഡിങ്ങൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കോറൽ ഐലാൻഡ് അഥവാ കൊഹ് ലാൻഡ് പട്ടായയിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ട്രാവലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഐലാൻഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഓപ്ഷനുകൾ നമുക്കുണ്ട്. ഒന്നുകിൽ ഫെറി റൈഡ് ത്രൂ പോവാം. ഫെറി റൈഡ് എന്ന് പറയുന്നത് കുറേ ബൾക്കായിട്ടുള്ള ആളുകളെ നമ്മൾ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോവുക. ഏകദേശം ഒരു 30 to 60 തായ് ബാത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ എടുക്കും. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെയാണ് നമ്മൾ ട്രിപ്പിൽ പ്ലാനിങ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും ഫെറി റൈഡായിരിക്കും. ഇനി അഥവാ നമുക്ക് ടൈം ഇല്ല, പെട്ടെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വേഗം വരണം എന്നുള്ളൊരു കേസാണെങ്കിൽ സ്പീഡ് ബോട്ടാണ് ഏറ്റവും ബെറ്റർ. അത് ഏകദേശം ഒരു 500 തായ് ബാത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ടൈമും ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു കോറൽ ഐലാൻഡിലേക്ക് എത്തിച്ചേരും. മെയിൻ എൻട്രൻസിൽ പ്രത്യേകിച്ച് നമുക്ക് ക്യാഷ് എൻട്രൻസ് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നമ്മൾ ബോട്ടിങ്ങോ അല്ലെങ്കിൽ ഫെറിയോ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാവലിംഗ് ചെയ്യുകയാണെങ്കിലാണ് മെയിൻ എക്സ്പെൻസ് വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തത് സ്പീഡ് ബോട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് വിത്തിൻ മിനിറ്റ് കൊണ്ട് കോറൽ ഐലാൻഡിലേക്ക് എത്തി. സ്പീഡ് ബോട്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 8 to 10:30 വരെയാണ്. പിന്നെ തിരിച്ച് റിട്ടേൺ വരുന്നത് ഡിപ്പെൻസ്. അതായത് ബോട്ട് തിരിച്ച് റിട്ടേൺ പോകാൻ എപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർനൂൺ അവൈലബിൾ ആണ്. അതുപോലെ ഈവനിങ്ങും അവൈലബിൾ ആണ്. അപ് ടു ഒരു 6 o'clock വരെ ഈ ഒരു ബോട്ടിങ് തിരിച്ച് റിട്ടേൺ അടിക്കും. അതിൻ്റെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. കാരണം എപ്പോഴും അവിടെ വണ്ടി ഓൾറെഡി ബോട്ട് അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ബോട്ടിൽ കയറി തിരിച്ച് നമ്മളെ മെയിൻ ഡിപ്പാർച്ചർ പ്ലേസിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേസിലേക്ക് നമുക്ക് തിരിച്ച് വരാം. ഡയറക്റ്റ് കോറൽ ഐലാൻഡിലേക്ക് എത്തല്ല ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറേ പാരാസെയിലിങ്ങും പിന്നെ അതുപോലെ സ്കൂബ ഡൈവിങ് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ആക്ടിവിറ്റീസിനൊക്കെ താല്പര്യമുള്ളവരെ അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് എഗെയിൻ നമ്മൾ ഈ ഒരു കോറൽ ഐലാൻഡിലേക്ക് വരും. കോറൽ ഐലാൻഡിലാണ് ഈ പറയുന്ന നമ്മളൊക്കെ സ്വിമ്മിങ് ചെയ്യാനും ബീച്ചിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ്. സോ അവിടെ ഇപ്പോൾ ഈ ഗോവയൊക്കെ പോലെ തന്നെ നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ആളുകൾ അവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൈഡിൽ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഇങ്ങനെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളുണ്ട്.
നീലക്കടലാണ് എന്ന് പറയുമ്പോഴും പക്ഷേ എനിക്ക് കണ്ണിൽ കാണുമ്പോൾ അത് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളറായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സാൻഡ്, വൈറ്റ് സാൻഡ്, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പട്ടായയിലെ തിരക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഈ കോറൽ ഐലാൻഡിലുള്ള ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ്. അതിൽ മെയിനായിട്ടുള്ളതാണ് പാരാസെയിലിംഗ്, പിന്നെ ജെറ്റ് സ്കീയിങ്, പിന്നെ ബനാന ബോട്ടിംഗ്, പിന്നെ സ്നോർക്കലിംഗ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഈ മെയിനായിട്ട് ഫുള്ള് നമുക്ക് മുഴുവൻ ഐലാൻഡും കാണണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും പാരാ സെയിലിംഗ് ആണ്. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ളതാണ് ജെറ്റ് സ്കീയിങ് എന്ന് പറയുന്നത്. പിന്നെ ബനാന ബോട്ടിംഗ് ഒക്കെ എല്ലാവർക്കും നോർമലി അറിയുന്ന ഒരു കാര്യമാണ്. ഫാമിലിക്കൊക്കെ ഒരുമിച്ചിട്ട് 4-5 ആൾക്ക് ഒരുമിച്ചിരുന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫണ്ണി ആക്ടിവിറ്റീസാണ് ബനാന ബോട്ടിംഗ്. പിന്നെ സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് സ്കൂബ ഡൈവ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു 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 ലൈക്ക് ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം ഹെഡിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഇങ്ങനെ കടലിനകത്ത് ഫുള്ള് കാര്യങ്ങളും കടലിനടിയിലെ കോറൽ വീടുകളും പിന്നെ കുറേ ഫിഷിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പാരാസെയിലിംഗ് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 1500 തായ് ബാത്താണ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് സ്നോർക്കലിങ്ങിന് ഏകദേശം 4000 തായ് ബാത്തിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഐലാൻഡ് കാണുമ്പോൾ നല്ല വെയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. എൻ്റെ ഓവറോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഒരു ചൂട് ഇല്ല. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 2-3 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് തകർത്ത് കളിയും ഫോട്ടോഷൂട്ടും പോസിങ്ങും ആയിട്ട് ഫുള്ള് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ കാണുന്നതാണ് ഏറ്റവും ഫെമിലിയറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ബീച്ച് എന്ന് പറയുന്നത് തവീൻ ബീച്ചാണ്. അത് എല്ലാ ആക്ടിവിറ്റീസും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യാനും നമുക്ക് ഞാൻ ഈ പറഞ്ഞ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബീച്ചാണ് ഈ കാണുന്ന ഈ ബീച്ച്. ഇതിൻ്റെ വെള്ളം തന്നെ കണ്ടില്ലേ, ഫുൾ ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റും, അത്രയും ക്ലിയറാണ്. ഇപ്പം നമ്മളെ നാട്ടിലുള്ള പോലെ ബീച്ച് പോലെ ഒന്നല്ല, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തെളിഞ്ഞ നല്ല കൂളായിട്ടുള്ള വാട്ടറാണ്. വെയിലാണെങ്കിൽ പോലും നല്ല കൂളാണ് വാട്ടർ. അവിടെ തന്നെയുള്ള വേറെ 2 ബീച്ചുകളാണ് സമേ ബീച്ചും ടിയാൻ ബീച്ചും. ടിയാൻ ബീച്ചിനെ പറ്റി ഞാൻ ഓൾറെഡി ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിഗ് ബുദ്ധ എന്ന് ആ ഒരു ലൊക്കേഷന് ടെമ്പിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ടിയാൻ ബീച്ച് ഓവറോൾ കാണാം. അതുപോലെ കോറൽ ഐലാൻഡ് മൊത്തത്തിൽ പട്ടായ സിറ്റി മൊത്തം കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് തിരക്ക് കുറവും പക്ഷേ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ബീച്ചാണ് ഈ ടിയാൻ ബീച്ച്. അതും ഞാൻ ഈ ഓവറോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബീച്ചിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഫിഷ്, സീ ഫുഡ് ഇതൊക്കെ ലഭിക്കും. ഈ തേങ്ങാവെള്ളമൊക്കെ കുടിച്ച് കടൽ കാഴ്ച ആസ്വദിക്കുന്നത് വേറെ ലെവൽ തന്നെയാണ്. ഒരു നോർമൽ, അതായത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഡേ ട്രിപ്പിനാണെങ്കിൽ ഒരു 500 to 1500 തായ് ബാത്ത് വരെയൊക്കെ മതിയാവും ഈ ഒരു കോറൽ ഐലാൻഡ് നമുക്ക് കാണാൻ മാത്രം. പട്ടായയിൽ എത്തുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കോറൽ ഐലാൻഡ് എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള കുറേ ബീച്ചസുകളും പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ്, പിന്നെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, പിന്നെ മികച്ച എന്താ പറയുക ഫോട്ടോ സ്പോട്ടുകൾ. ഒരു സ്ഥലം മാത്രമല്ല, അപ്പം ഞാൻ ഈ നേരത്തെ കണ്ടില്ല ഒരു ബ്രിഡ്ജ് പോലെയുള്ള ആ വേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് തന്നെ അവിടെ ഉണ്ട്. അവിടെ കുറേ റോക്സും പിന്നെ വെള്ളത്തിൻ്റെ കളർ തന്നെ അവിടെ നിന്ന് വേറൊരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ചേഞ്ചസാണ്. ആ പാറയിൽ തട്ടിയിട്ടുണ്ടാവുന്ന വെള്ളമൊക്കെ നല്ലൊരു എന്താണ് ഫോട്ടോ സെഷന് പറ്റിയൊരു സ്പോട്ടും കൂടി ആ ഏരിയയിൽ ഉണ്ട്. അതെൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.
ഈ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ എത്ര എടുത്താലും മതിയാവുന്നില്ല എനിക്ക്. വീണ്ടും വീണ്ടും ഞാൻ അതന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സോളോ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു തരാൻ വേറെ പല ആളുകളോടും നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളോട് എടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ എന്താണ് സെൽഫി സ്റ്റിക്ക് വെള്ളം കയറിയിട്ട് വർക്കാവുന്നില്ല. അതിൽ ഈ മണ്ണും ഒക്കെ വെള്ളമൊക്കെ കയറിയിട്ട് ഫുള്ള് അത് വർക്കാവുന്നില്ല. അതവിടെ കേടായി. എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സംഭവം പോയി എന്ന് ഞാൻ പറയുന്നത്. അത് ആക്ച്വലി എൻ്റെ ക്യാപ്പ് പോയതാണ്. ഞാൻ സ്പീഡ് ബോട്ട് കയറിയ സമയത്ത് എനിക്ക് എന്താ പറയുക, നോർമലി അവിടെയുള്ള ഡ്രൈവേഴ്സ് പറഞ്ഞു ആ സൈഡിൽ എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാനൊരു വാശിക്ക് എനിക്ക് ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ആ ഫ്രണ്ടിൽ, അതും എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ജമ്പിങ് ആണ് ആ വേവ്സ് വരുന്നത് ബീച്ചിൽ. അപ്പം അത്രയും നമ്മളങ്ങനെ ചാടി വീഴാണ്, അങ്ങനത്തെ വേവ്സാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഈ എന്താ പറയുക ബാക്ക് പെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോയി എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഹൈ ഫോഴ്സിലാണ് അപ്പ് ആൻഡ് ഡൗൺ ചാടിയിട്ട് വരുന്നത് ഈ സ്പീഡ് ബോട്ട്. അപ്പം ഞാൻ ആ ഫ്രണ്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സെൽഫി വീഡിയോസ് എടുക്കും വേണം. അതിൻ്റെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ക്യാപ്പ് പാറിപ്പോയി. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ക്യാപ്പ് എന്ന് പറയുന്നത് പിന്നെ അവിടെയുള്ള ഷോപ്പിൽ, അതിൻ്റെ ഈ ബീച്ചിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ എഗെയിൻ വാങ്ങിയിട്ട് ഇട്ടതാണ്. കുറച്ചും കൂടി വലുത്, മറ്റേത് കുറച്ച് ചെറുതായിരുന്നു. അപ്പം അതാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത്. സോ ഈ ട്രിപ്പിൽ ക്യാപ്പും പോയി ട്രൈപോഡും പോയി, രണ്ടും പോയി. പക്ഷെ വെള്ളത്തിൽ ഫുള്ളായിട്ട് കളിച്ചു. അത് മാത്രമേ ഒരു ബെനിഫിറ്റ് ഉള്ളത്. പട്ടായ വിശേഷങ്ങൾ ഒരു കോറൽ ഐലാൻഡിൽ അവസാനിക്കുന്നില്ല. ഇത് ഒരു ഹാഫ് ഡേ ആയിട്ടുള്ളൂ. ഇനി ആഫ്റ്റർനൂൺ വേറെ പ്ലേസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തായ്ലാൻഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.